ഹിമാലയം ഭാരതത്തിന്റെ കാവൽക്കാരൻ, മഞ്ഞു പുതച്ചു കിടക്കുന്ന ശാന്തമായ സൗന്ദര്യം, ഇന്ത്യയുടെ ആത്മീയതയുടെയും ശാന്തിയുടെയും ഉത്തുംഗ ശൃംഖങ്ങൾ. എന്നാൽ ആ വെളുത്ത മലനിരകൾക്കിടയിൽ നമ്മൾ അറിയാതെ ഒരു ബോംബ് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കോടിക്കണക്കിന് ആളുകളുടെ ജീവൻ എടുക്കാൻ ശേഷിയുള്ള ഒരു ബോംബ്. അതെ, ഒരു കഥയല്ലിത്, ചരിത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്നാണ്. നഗസാക്കിയിൽ വീണ അണുബോംബിന്റെ അത്രയും തന്നെ വീര്യമുള്ള പ്ലൂട്ടോണിയം അടങ്ങിയ ഒരു ആണവ ഉപകരണം അവിടെയുണ്ട്. കഴിഞ്ഞ 60 വർഷങ്ങളായി അത് അവിടെ തന്നെയുണ്ട്, നമ്മുടെ തലയ്ക്ക് മുകളിൽ. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന അല്ലെങ്കിൽ വിഷമോപിപ്പിക്കാവുന്ന ഒരു ടൈം ബോംബ് പോലെ. ഇന്ന് നമ്മൾ തേടിപ്പോകുന്നത് ഹിമാലയത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആ അമേരിക്കൻ രഹസ്യത്തിലേക്കാണ്. വർഷം 1965. ലോകം ശീതയുദ്ധത്തിന്റെ മുൾമുനയിലാണ്. ചൈന തങ്ങളുടെ ആദ്യ അണുബോംബ് പരീക്ഷിച്ച് ലോകത്തെ ഞെട്ടിച്ച സമയം. അമേരിക്കയ്ക്ക് അത് സഹിക്കാനായില്ല. ചൈനയുടെ ഓരോ നീക്കവും നിരീക്ഷിക്കാൻ അമേരിക്കൻ ചാരസംഘടനയായ CIA തീരുമാനിച്ചു. അതിനവർക്ക് ഇന്ത്യയുടെ സഹായം വേണമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു കോക്ടെയിൽ പാർട്ടിയിലൂടെയാണ് ഈ ദൗത്യത്തിനുള്ള ആശയം ആദ്യം രൂപപ്പെട്ടത്. ആ പാർട്ടിയിൽ വെച്ച് നാഷണൽ ജിയോഗ്രാഫിക് ഫോട്ടോഗ്രാഫറും എവറസ്റ്റ് ക്ലൈംബറുമായ ബാരി ബിഷപ്പുമായി US വ്യോമസേനാ മേധാവി ജനറൽ കർട്ടിസ് കണ്ടുമുട്ടി. ഹിമാലയൻ മേഖല എങ്ങനെയാണ് ടിബറ്റിനെയും ചൈനയും കുറിച്ച് വ്യക്തവും ആഴമേറിയതുമായ കാഴ്ചകൾ നൽകുന്നത് എന്നതിനെക്കുറിച്ച് ഫോട്ടോഗ്രാഫറായ ബിഷപ്പ് വാചാലനായി. അവിടെ നിന്നാണ് തുടക്കം. ബിഷപ്പ് ഹിമാലയത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞപ്പോൾ CIA അദ്ദേഹത്തോട് വേഷം മാറി ഒരു ശാസ്ത്രീയ ഗവേഷണം നടത്താൻ ആവശ്യപ്പെട്ടു. അതിനാൽ തന്റെ ഐഡന്റിറ്റി മറച്ചുവെച്ച് ഒരു വ്യാജ ദൗത്യം കൊണ്ടുവരാൻ അമേരിക്കൻ ഇന്റലിജൻസ് ബിഷപ്പിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ബിഷപ്പ് ഒരു വ്യാജ സിക്കിം ശാസ്ത്രീയ പര്യവേക്ഷണം കെട്ടിച്ചമച്ചു. ബിഷപ്പ് പർവ്വതാരോഹകരെ റിക്രൂട്ട് ചെയ്യുന്ന ആളായി പ്രത്യക്ഷപ്പെട്ടു. അമേരിക്കൻ പർവ്വതാരോഹകനും അഭിഭാഷകനുമായ ജിം മക്കാർത്തിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ഈ അതീവ രഹസ്യ ദൗത്യത്തിന് നേതൃത്വം നൽകാൻ പ്രതിമാസം $1000 ആയിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ പ്രതിഫലം. ഈ ദൗത്യത്തെ ഒരു സുപ്രധാന ദേശീയ സുരക്ഷാ ദൗത്യമായി കണക്കാക്കാൻ മക്കാർത്തിയോട് ആവശ്യപ്പെട്ടു. 1962 സംഘർഷത്തിൽ ചൈനയോടുള്ള പരാജയത്തിന്റെ വാശിയിൽ ഇന്ത്യയും അമേരിക്കയോടൊപ്പം നിശബ്ദമായി ചേർന്നു ഈ ദൗത്യത്തിൽ. പര്യവേഷണത്തിന് ഇന്ത്യൻ ഭാഗത്ത് നിന്ന് നേതൃത്വം നൽകിയത് ഇന്ത്യൻ പർവ്വതാരോഹകനായ ക്യാപ്റ്റൻ MS കോഹ്ലി ആയിരുന്നു. ലക്ഷ്യം ഒട്ടും തന്നെ ലളിതമായിരുന്നില്ല. ലോകത്തിലെ 3ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ കാഞ്ചൻജംഗയുടെ കൊടുമുടിയിൽ ഉപകരണം സ്ഥാപിക്കാൻ CIA ആദ്യം നിർദ്ദേശിച്ചപ്പോൾ ക്യാപ്റ്റൻ കോഹ്ലി കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു. CIAക്ക് ഉപദേശം കൊടുക്കുന്നവൻ ഒരു മണ്ടനാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. മക്കാർത്തിയും അത് ഭ്രാന്താണ് എന്ന് സമ്മതിച്ചു. അതൊരു ഭ്രാന്തനാശയമാണെന്ന് സമ്മതിച്ചു. ഒടുവിൽ അവർ നന്ദാദേവിയെ തീരുമാനിച്ചു. ഇന്ത്യയിലെ 2ാമത്തെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ നന്ദാദേവിയിൽ ഒരു നിരീക്ഷണ ഉപകരണം സ്ഥാപിക്കാനായി അടുത്ത പ്ലാൻ. അവിടെ നിന്നാണെങ്കിൽ ചൈനയുടെ മിസൈൽ പരീക്ഷണങ്ങൾ കൃത്യമായി ഒപ്പിയെടുക്കാം. ഇന്ത്യൻ ഇന്റലിജൻസും അമേരിക്കൻ CIAയും കൈകോർത്തു. എക്കാലത്തെയും മികച്ച പർവ്വതാരോഹകരെ തിരഞ്ഞെടുത്തു. അവരുടെ കയ്യിൽ കൊടുത്തുവിട്ടത് വെറുമൊരു ആന്റിന ആയിരുന്നില്ല. 13 കിലോ ഭാരമുള്ള സ്നാപ്പ് 19C എന്ന് വിളിക്കുന്ന ഒരു ആണവ ജനറേറ്റർ ആയിരുന്നു അത്. അതിനുള്ളിൽ ഉണ്ടായിരുന്നതാകട്ടെ കൊടും വിഷമായ പ്ലൂട്ടോണിയവും. അങ്ങനെ 1965 സെപ്റ്റംബറിൽ മലകയറ്റം ആരംഭിച്ചു. ഹിമാലയ സാനുക്കളിലെ കടുത്ത കാലാവസ്ഥയെപ്പറ്റി വേണ്ടത്ര അറിവില്ലാതെയാണ് പർവ്വതാരോഹകരെ പർവ്വതത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് എയർലിഫ്റ്റ് ചെയ്ത് ഇറക്കിയത്. നിരവധി പേർക്ക് കൊടും തണുപ്പ് നിമിത്തം അസുഖങ്ങൾ പിടിപെട്ടു. പക്ഷെ റേഡിയോ ആക്റ്റീവ് ഇന്ധനം ചൂട് പുറപ്പെടുവിച്ചത് അവർക്ക് ആശ്വാസമായി. മല കയറാൻ സഹായിക്കുന്ന ഷെർപ്പകൾ ജനറേറ്റർ ആര് വഹിക്കും എന്നതിനെ ചൊല്ലി തർക്കത്തിലായിരുന്നു. അവർക്കറിയില്ലായിരുന്നല്ലോ കയ്യിൽ കൊണ്ട് നടക്കുന്നത് മനുഷ്യൻ ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിനാശകാരിയായിട്ടുള്ള ഒന്നിനെയാണ് ചുമക്കുന്നതെന്ന്. അങ്ങനെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്നൊരു ട്വിസ്റ്റ്. മനുഷ്യൻ നിശ്ചയിച്ചത് പ്രകൃതി തിരുത്തി. കൊടുമുടിക്ക് തൊട്ടടുത്ത് വെച്ച് ക്യാമ്പ് 4ൽ അവർ എത്തിയപ്പോൾ ഹിമാലയം അതിന്റെ രൗദ്രഭാവം പുറത്തെടുത്തു. ഭയാനകമായ മഞ്ഞുവീഴ്ച. മുന്നോട്ട് ഒരടി വയ്ക്കാൻ കഴിയില്ല. ഒക്ടോബർ 16 ഒരു ഹിമപാതം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തി. പർവ്വതാരോഹകർ മരിച്ചതിന് തുല്യമായ അവസ്ഥയിലായി തീർന്നു. കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, ഒഴിഞ്ഞ വയറുകളുമായി പൂർണ്ണമായി അവർ ക്ഷീണിതരായി മാറി. ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ഓഫീസർ ക്യാപ്റ്റൻ MS കോഹ്ലിക്ക് ഒരു തീരുമാനമേ എടുക്കാനുണ്ടായിരുന്നുള്ളൂ. ജീവൻ വേണോ അതോ ദൗത്യം വേണോ? അദ്ദേഹം റേഡിയോയിലൂടെ അലറി, തിരിച്ചു വരൂ, ഒരു മിനിറ്റ് പോലും പാഴാക്കരുത്.
ആ ഉപകരണം അവിടെ സുരക്ഷിതമായി വയ്ക്കൂ, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവൻ രക്ഷിക്കൂ എന്നായിരുന്നു കോഹ്ലിയുടെ സന്ദേശം. ഇത് കേട്ട് മക്കാർത്തി പൊട്ടിത്തെറിച്ചു. നിങ്ങൾ ആ ജനറേറ്റർ എങ്ങനെയും താഴേക്ക് കൊണ്ടുവന്നേ പറ്റൂ, അല്ലാത്ത പക്ഷം നിങ്ങൾ ഒരു വലിയ തെറ്റ് ചെയ്യുകയാണെന്നും മക്കാർത്തി പറഞ്ഞു. പക്ഷെ മക്കാർത്തിയുടെ വാക്കുകൾ ആരും ചെവിക്കൊണ്ടില്ല. ആ മഞ്ഞുമൂടിയ വരമ്പിൽ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ആ ആണവ ഉപകരണം അവർ ഒളിപ്പിച്ചു വെച്ചു. കൊടുങ്കാറ്റ് അടങ്ങിയ ശേഷം തിരിച്ചു വരാമെന്ന പ്രതീക്ഷയിൽ അവർ മലയിറങ്ങി. എന്നാൽ അതൊരു വലിയ ദുരന്തത്തിന്റെ തുടക്കമായിരുന്നു എന്നവർ അറിഞ്ഞിരുന്നില്ല. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ ഉപേക്ഷിക്കപ്പെട്ടത്? അത് വെറും ഒരു ബാറ്ററി അല്ല, ബഹിരാകാശ പേടകങ്ങളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ആണവോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ജനറേറ്റർ ആയിരുന്നു അത്. അതിനുള്ളിൽ ഉണ്ടായിരുന്നത് പ്ലൂട്ടോണിയം 238 എന്ന റേഡിയോ ആക്റ്റീവ് ലോഹമാണ്. അമേരിക്ക നാഗസാക്കിയിൽ വർഷിച്ച ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിച്ച പ്ലൂട്ടോണിയത്തിന്റെ ഏകദേശം 1/3 അളവ് അതിലുണ്ടായിരുന്നു. നൂറ്റാണ്ടുകളോളം റേഡിയേഷൻ പുറത്തുവിടാൻ ശേഷിയുള്ള മാരകമായ വസ്തു. അടുത്ത വർഷം കാലാവസ്ഥ തെളിഞ്ഞപ്പോൾ ആ ഉപകരണം തിരിച്ചെടുക്കാൻ ഇന്ത്യൻ അമേരിക്കൻ സംഘം വീണ്ടും മലകയറി. പക്ഷെ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ഉപകരണം വച്ച സ്ഥലം കാണാനില്ല. അതെ, ഉപകരണം വച്ച സ്ഥലം തന്നെ കാണാനില്ല. ഹിമപാതത്തിൽ ആ പ്രദേശം ഒന്നാകെ ഒലിച്ചു പോയിരുന്നു. ആണവ ഉപകരണം എവിടേക്കോ അപ്രത്യക്ഷമായി. അത് മഞ്ഞിൽ പുതഞ്ഞു കിടക്കുകയാണോ അതോ പൊട്ടിത്തെറിച്ച് മണ്ണിൽ ലയിച്ചോ എന്നൊന്നും ആർക്കും അറിയില്ല. ഏറ്റവും വലിയ ഭയം അതല്ല. നന്ദാദേവിയിൽ നിന്നാണ് ഋഷിഗംഗ ഉദ്ഭവിക്കുന്നത്. അത് ചെന്ന് ചേരുന്നത് ഗംഗാ നദിയിലും. ഉത്തരേന്ത്യയിലെ കോടിക്കണക്കിന് ആളുകൾ കുടിക്കുന്ന വെള്ളത്തിൽ ആ റേഡിയോ ആക്റ്റീവ് വിഷം കലരുമോ എന്ന ഭീതി ഇന്നും ശാസ്ത്രലോകത്തിനുണ്ട്. ഇത്രയും വലിയൊരു അപകടം നടന്നിട്ടും ലോകം ഇതൊന്നും തന്നെ അറിഞ്ഞില്ല. കാരണം ഇതൊരു അതീവ രഹസ്യ ദൗത്യമായിരുന്നു. ഔദ്യോഗിക രേഖകളിൽ ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. ആ ആണവ ഉപകരണം വളരെ ചൂടുള്ള ഒന്നായിരുന്നതിനാൽ അത് ചുറ്റുമുള്ള മഞ്ഞിനെ ഉരുക്കി. കാലം ചെല്ലുന്തോറും മഞ്ഞിലേക്ക് കൂടുതൽ അത് തുളച്ചിറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ ദൗത്യം ഒരു വലിയ ദുരന്തമായി മാറി. എന്നിരുന്നാലും 1978 വരെ ആ രഹസ്യം ലോകം അറിഞ്ഞിരുന്നില്ല. ഹൊവാർഡ് കോൺ എന്ന യുവ റിപ്പോർട്ടർ അതീവ രഹസ്യമായി ഈ ദൗത്യം കണ്ടെത്തി ഔട്ട്സൈഡ് മാസികയിൽ പ്രസിദ്ധീകരിച്ചു. അതോടെ ഇന്ത്യയിൽ വിവാദം പൊട്ടിപ്പുറപ്പെട്ടു. CIA നമ്മുടെ ജലാശയങ്ങളെ വിഷലിപ്തമാക്കുന്നു എന്ന് എഴുതിയ ബാനറുകളും പിടിച്ച് ഇന്ത്യയിൽ വമ്പൻ പ്രതിഷേധങ്ങൾ അരങ്ങേറി. പ്രതിഷേധങ്ങളൊക്കെ കെട്ടടങ്ങിയതിനു ശേഷം 1978 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയും അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടറും തമ്മിലുള്ള രഹസ്യ കത്തുകളിൽ ഇതിനെക്കുറിച്ച് പരാമർശമുണ്ടായി. കാർട്ടർ ഇതിനെ വിശേഷിപ്പിച്ചത് നിർഭാഗ്യകരമായ കാര്യം എന്നായിരുന്നു. ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ ആ കത്തിൽ നിങ്ങളുടെ ഹിമാലയൻ പ്രശ്നം പരിഹരിച്ചതിന് അഭിനന്ദനങ്ങൾ എന്നും ജിമ്മി കാർട്ടർ ദേശായിക്ക് എഴുതി. അമേരിക്ക ഒരിക്കലും ഇത് പരസ്യമായി സമ്മതിച്ചില്ല. ഇന്ത്യയും മൗനം പാലിച്ചു. പർവ്വതത്തിലേക്ക് ആ മരണപ്പെട്ട് ചുമന്നുകൊണ്ടുപോയ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അന്നത്തെ ദൗത്യത്തിൽ പങ്കെടുത്ത ജിം മക്കാർത്തി എന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥൻ 90-ാം വയസ്സിലും രോഷത്തോടെയാണ് അത് ഓർക്കുന്നത്. ആ തീരുമാനങ്ങൾ തെറ്റായിരുന്നു എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഈ കഥയിലെ മറ്റൊരു നായകൻ അല്ലെങ്കിൽ സാക്ഷിയായ ക്യാപ്റ്റൻ MS കോഹ്ലി തന്റെ അവസാന കാലത്ത് ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് ഇതാണ്: ഞാൻ ആ ദൗത്യം ഒരിക്കലും ഏറ്റെടുക്കുമായിരുന്നില്ല. CIA നമ്മളെ കബളിപ്പിച്ചു. അവരുടെ ലക്ഷ്യവും പ്രവൃത്തികളും മണ്ടത്തരമായിരുന്നു. നമ്മൾ അതിൽ കുടുങ്ങിപ്പോയതാണ്. ഒരു യുദ്ധം ജയിക്കാൻ വേണ്ടി അവർ പ്രകൃതിയെ വെല്ലുവിളിച്ചു. ഒടുവിൽ പ്രകൃതി തന്നെ ജയിച്ചു. 60 വർഷങ്ങൾക്കിപ്പുറം നന്ദാദേവിയുടെ മഞ്ഞുപാളികൾക്ക് താഴെ എവിടെയോ ആ 13 കിലോ ഭാരമുള്ള മരണം ഇപ്പോഴും ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അത് എന്നെങ്കിലും ഉണരുമോ? നമ്മുടെ നദികളെ അത് വിഷലിപ്തമാക്കുമോ? ചുരുളഴിയാത്ത ഒരു രഹസ്യമായി ഹിമാലയം ഇന്നും അത് കാത്തു സൂക്ഷിക്കുന്നു. ചരിത്രം ചിലപ്പോൾ ചിലത് മായ്ച്ചു കളയാൻ ശ്രമിക്കും, പക്ഷേ പ്രകൃതി ഒന്നും ഒരിക്കലും മറക്കില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.